ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകളാണ്. എന്താണ്? റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ ഉണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ 23rd ഇൻഡോ റഷ്യൻ ആനുവൽ സബ്മിറ്റും 22nd ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ സബ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ അവസരത്തിൽ നമ്മൾ ഇന്നലെ എങ്ങനെയാണ് നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്നലെ രണ്ട് ഉടമ്പടികൾ അല്ലെങ്കിൽ രണ്ട് ട്രീറ്റുകൾ നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ്. പെർട്ടിക്കുലർലി നമ്മളുടെ ഇന്ത്യൻ സ്കിൽ ബേസിനെ റഷ്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ലേബറേഴ്സിനെ റഷ്യയിലേക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റിയും ദെൻ ഇല്ലീഗൽ മൈഗ്രേഷൻ തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റി. അങ്ങനെ രണ്ട് ട്രീറ്റീസ് ആണ് നമ്മൾ ഇവിടെ സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെ പ്രത്യേകതകൾ ഇന്നത്തെ പത്രത്തിൽ നിന്ന് നമുക്ക് കാണിച്ചെടുക്കാനായിട്ട് പറ്റും? ഡൽഹി മോസ്കോ ലുക്ക് ടു റൈസ് ആർട്ടിക് ആൻഡ് ന്യൂക്ലിയർ കോർപ്പറേഷൻ. ന്യൂക്ലിയർ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരൊറ്റ പേര് കൂടംകുളം ആണവ നിലയം. ഇന്നലെയും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കൂടംകുളം ആണവ നിലയം പണിയാനായിട്ട് കാരണക്കാരനായിട്ടുള്ളത് ആരായിരുന്നു? റഷ്യയാണ്. റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ കൂടംകുളം ആണവ നിലയം പണിതിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള പിക്കാച്ചൂസ് ചെയ്ത് വരേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അഡീഷണലി നമ്മളുടെ സ്റ്റാറ്റിക് ടോപ്പിക്കിൽ നിന്ന് ആഡ് ചെയ്ത് പോകേണ്ട പോയിന്റുകൾ നമ്മൾ ഇവിടെ പിടിച്ച് പോകണം. ഓക്കെ, ദെൻ ഇവിടെ പറയാവുന്ന ഒരു കാര്യം കൂടിയാണ് INS തമാല്. INS തമാല് റഷ്യയുമായിട്ട് ചേർന്നുകൊണ്ട് പുതുതായി നിർമ്മിച്ച നമ്മളുടെ ഒരു യുദ്ധ കപ്പലാണ് INS തമാൽ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് പോവുക. ഓക്കെ, സോ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് കടക്കുന്നില്ല. ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്നു സെക്കൻഡ് ആർട്ടിക്കിൾ. സെക്കൻഡ് ആർട്ടിക്കിൾ എന്താണ്? റിപ്പോ റേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ത് ചെയ്തിരിക്കുകയാണ്? റിപ്പോ റേറ്റിനെ 25 ബേസിസ് പോയിന്റ് കുറയ്ക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ UPSC പഠിച്ചിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ 25 ബേസിസ് പോയിന്റ് എന്താണ്? പല മലയാള പത്രങ്ങളോട്ടോ ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റ് 8 എന്താണ് റിപ്പോ റേറ്റ് കുറച്ച് ഒരു സമയത്ത് എന്തായിരുന്നു 25% റിപ്പോ റേറ്റ് കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളം പത്രം ഒരു മാതൃഭൂമിയല്ല മലയാള മനോരമയുടെ ഓൺലൈൻ പത്രം ഉണ്ടായിരുന്ന സമയത്ത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു 25% റിപ്പോ റേറ്റ് കുറച്ചു. അങ്ങനെയൊന്നുമല്ല, 25 ബേസിസ് പോയിന്റ് ആണ് റിപ്പോ റേറ്റ് കുറയ്ക്കാറ്. ബേസിസ് പോയിന്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് റിപ്പോ റേറ്റ്? സോ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് അല്ലെങ്കിൽ കുഞ്ഞിയൊരു ന്യൂസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നിലധികം ഇൻഫോർമേഷനുകളുണ്ട്. അതിന് ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മോണിറ്ററി പോളിസി കമ്മിറ്റി? എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്? മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തെ റിപ്പോ റേറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന മോണിറ്ററി ഡിസിഷൻസുകൾ എടുക്കുന്ന ഒരു അപെക്സ് ബോഡിയാണ്. സോ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ 6-member ബോഡിയാണ്. 3 പേര് നമ്മളുടെ എവിടെ നിന്ന് വരും? 3 പേര് നമ്മളുടെ RBIയിൽ നിന്ന് വരും. അതിന് ഈക്വൽ പ്രൊപ്പോർഷണൽ ആയിട്ട് അടുത്ത 3 പേര് സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ 6 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. Then what is repo rate? Repo rate is the rate in which commercial country take loans from the government, takes loans from the central bank, which is RBI. RBI നമ്മളുടെ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ലോണുകൾക്ക് കൊടുക്കുന്ന റേറ്റ് ആണ് എന്ത്? റിപ്പോ റേറ്റുകൾ എന്ന് പറയുന്നത്. Then what is reverse repo rate? Reverse repo rate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when there is an excess fund, okay, when there is an excess fund, banks, particularly commercial banks, park this excess fund in order to accommodate this liquidity. ഈ ലിക്വിഡിറ്റി അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ അഡീഷണൽ ആയിട്ട് വരുന്ന എക്സസ് ഫണ്ടുകളെ എവിടെ പാർക്ക് ചെയ്യും? നമ്മളുടെ വീടിന്റെ കാർപോർട്സിലാണോ പാർക്ക് ചെയ്യുന്നത്? അല്ല, RBIയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യും. സെൻട്രൽ ബാങ്കിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്?
ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിപ്പോ റേറ്റുകൾ എന്ന് വിളിക്കുന്നത്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സംശയം ഒന്നും പാടില്ല. നമ്മൾ ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, ഇതിനെല്ലാം കുറിച്ചിട്ട് ഓഗസ്റ്റ് 8 കറന്റ് അഫയേഴ്സിന്റെ ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിന്റെ ഒരു ക്ലാസ് ആണത്. അപ്പോ 8 ഓഗസ്റ്റിലെ കറന്റ് അഫയേഴ്സ് നിങ്ങളൊന്ന് എടുക്കുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതെന്താ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ 8 ഓഗസ്റ്റിലെ കറന്റ് അഫയേഴ്സിന്റെ ഡിസ്കഷൻ ഒന്ന് എടുക്കുക, ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് കേൾക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ മുന്നേ പറഞ്ഞതാണ് എന്നൊരു ഓക്കെ ആണോ? ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്, ഓഡിബിൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സോ എന്തായിരുന്നു, നമ്മളുടെ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഞാനിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നത്, നിങ്ങളുടെ ഈ റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ MSF എന്താണ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്താണ്, ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പൊ പുതുതായിട്ട് നമ്മളുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ്, നമ്മളുടെ ഈ ഒരു ഒക്ടോബർ നവംബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് ഈ ഒരു ബേസിക് കൺസെപ്റ്റുകൾ കാണാത്തവരാണെങ്കിൽ ഓഗസ്റ്റ് 8 കറന്റ് അഫയേഴ്സ് ഒന്ന് കാണണം. ഒരു മണിക്കൂർ എടുത്തിട്ട് ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഈ എന്താണ് റിപ്പോ റേറ്റ്. സോ ബേസിക്കിൽ തുടങ്ങി അഡ്വാൻസിലേക്കുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് ഒരു സെഷനിലേക്ക് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് സെഷനിലേക്ക് നിങ്ങൾ പോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ പഴയ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി. എന്താണ്? റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി borrows money from commercial bank within the country. Central Bank of the country borrows money from the commercial bank. ആണോ? സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങുന്നതിനെയാണോ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്? അല്ല, നേരെ തിരിച്ചാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവർക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ, എപ്പോഴാണോ അവർക്ക് പണത്തിന് ആവശ്യം വരുന്നത് ആ സമയങ്ങളിൽ എന്ത് ചെയ്യും? നമ്മളുടെ RBIയുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളുടെ അടുത്ത് നിന്ന് പണം കടം വാങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റിപ്പോ റേറ്റിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റീപർച്ചേസ് എഗ്രിമെന്റ് എന്നാണ് കേട്ടോ. പെർട്ടിക്കുലർലി കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. റീപർച്ചേസ് എഗ്രിമെന്റ്, ഈ പർച്ചേസ് ചെയ്യുന്നത് ഞാൻ തിരിച്ച് പർച്ചേസ് ചെയ്തോളാം എന്നുള്ളൊരു എഗ്രിമെന്റിനെയാണ് റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ ഈ എഗ്രിമെന്റിന്റെ രണ്ട് തലങ്ങൾ തന്നെയാണ് റിപ്പോയും റിവേഴ്സ് റിപ്പോയും. ഒരു എഗ്രിമെന്റിനെ തന്നെയാണ് റിപ്പോയും റിവേഴ്സ് റിപ്പോ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, വേരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ. സോ റിവേഴ്സ് റിപ്പോ, അപ്പൊ എന്റെ മനസ്സിലേക്ക് എന്ത് വന്നു? എപ്പോഴാണോ ബാങ്കുകളുടെ കയ്യിൽ അഡീഷണൽ ആയിട്ട് എക്സസ് ഫണ്ട് ഉള്ളത്, അത് അവര് പാർക്ക് ചെയ്യുന്നത് എവിടെയാണ്? അത് അവർ പാർക്ക് ചെയ്യുന്നത് നമ്മളുടെ RBIയുടെ അടുത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ദ വേരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ ഈസ് യൂഷ്വലി അണ്ടർടേക്കൺ ടു റെഡ്യൂസ് സർപ്ലസ് ലിക്വിഡിറ്റി. സർപ്ലസ് ലിക്വിഡിറ്റി ഉള്ളപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് ബൈ വിഡ്രോയിങ് എക്സിസ്റ്റിംഗ് ക്യാഷ് ഇൻ ദ സിസ്റ്റം. സോ ഇവിടെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ എനിക്ക് സംശയമുണ്ട്, വേരിയബിൾ റേറ്റ് റിവേഴ്സ്, പക്ഷേ ഇതിന്റെ എല്ലാം പർപ്പസ് ഒന്നായിരിക്കില്ലേ? പർപ്പസ് ഒന്നായിരിക്കും. എന്താണ് പർപ്പസ്? അഡീഷണൽ ക്യാഷ്, എക്സസ് ഫണ്ട് എപ്പോ കയ്യിൽ വരുന്നോ, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ എപ്പോ എക്സസ് വരുന്നോ, അവരെന്ത് ചെയ്യും? അവർ നേരെ കൊണ്ടുപോയിട്ട് RBIയുടെ അടുത്ത് പാർക്ക് ചെയ്യും. യൂഷ്വലി അണ്ടർടേക്കൺ ടു റെഡ്യൂസ് സർപ്ലസ് ലിക്വിഡിറ്റി. കറക്റ്റ് അല്ലേ? ബൈ വിഡ്രോയിങ് എക്സിസ്റ്റിംഗ് ക്യാഷ് ഇൻ ദ സിസ്റ്റം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോളോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബേസിക് ഇൻഫോർമേഷൻസ് വെച്ചിട്ട്, സ്റ്റാറ്റിക് ഇൻഫോർമേഷൻസ് വെച്ചിട്ട്. സോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടും ചൂസ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സോ ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർ ഓഗസ്റ്റ് 8 കറന്റ് അഫയേഴ്സ് ഒന്ന് കാണാം. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഓഗസ്റ്റ് 8 കറന്റ് അഫയേഴ്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിലേക്ക് താഴെ പോയി കഴിഞ്ഞാൽ
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 8 തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 7 ആണ്. ഞാൻ സ്ലൈഡുകൾ വെച്ചിട്ട് ഒന്ന് എൻ്റെ ഇതിൽ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് 8 ആയിരുന്നു. അല്ലെങ്കിൽ ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 9 ഉള്ള കറണ്ട് അഫയേഴ്സ് കൂടി നോക്കുക, ഇൻ കേസ് ഓഗസ്റ്റ് 8 കണ്ടില്ല എങ്കിൽ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് very much important and relevant articles in related to what? In related to our right to privacy. Okay, so digital constitutionalism. എന്താണ് ഈ ഡിജിറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിജിറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വിറ്റി എന്താണ്? ബേസിക് ആയിട്ടുള്ള ഇക്വിറ്റി, ലിബർട്ടി, ദെൻ അങ്ങനെയുള്ള ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിജിറ്റലിയും നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റ് ഡിജിറ്റലി ഒരു നിയമം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് എന്തായിരിക്കണം? കോൺസ്റ്റിറ്റ്യൂഷന്റെ സർവൈലൻസിന്റെ അണ്ടറിൽ നിന്നുകൊണ്ടായിരിക്കണം ഡിജിറ്റലി അവരൊരു നിയമം ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സോ ഇൻവിസിബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ പുറത്ത് പോകാനായിട്ട് സാധിക്കില്ല. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സുകളും എന്തില്? ഡിജിറ്റലി അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും ഈ ആർട്ടിക്കിൾ വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ സഞ്ചാർ സാഥി ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളുടെ റൈറ്റ് ടു പ്രൈവസിയെ ഇത് ഹനിക്കുന്നത് എന്ന് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ വേൾഡിൽ എന്താണ്? ഇന്നത്തെ വേൾഡില് മോഡേൺ ഗവർണൻസ് ഈസ് ബിക്കമിങ് ആൻ ഇൻവിസിബിൾ സിസ്റ്റം. ഇദ്ദേഹത്തിന്റെ വാക്ക് തന്നെയാണ് ഞാൻ കടമെടുത്തിരിക്കുന്നത്. മോഡേൺ ഗവർണൻസ് ഈസ് ബിക്കമിങ് ആൻ ഇൻവിസിബിൾ സിസ്റ്റം. ഒരു ഇൻവിസിബിൾ സിസ്റ്റം ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? CVs നിങ്ങൾ ഇമെയിൽസിൽ ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ എവിടെയാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യും. ദെൻ നിങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്, നമ്മളുടെ ഡിജി യാത്ര ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യും? വെരിഫിക്കേഷൻ ചെയ്യും, അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് ഏർലി എടുത്തു വെക്കും. ദെൻ ട്രെയിൻ ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ട്രെയിൻ ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇക്സിഗോയോ അല്ലെങ്കിൽ റെയിൽവേയുടെ ആപ്പോ യൂസ് ചെയ്യും, അല്ലെ? ഇവിടെ എല്ലാം കയറുമ്പോഴും നിങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട്? നിങ്ങളുടെ നോ യുവർ കസ്റ്റമേഴ്സ് കൊടുക്കുന്നുണ്ട്. ഡിജി യാത്രയിൽ കയറണമെങ്കിൽ, റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൽ കയറണമെങ്കിൽ, ഫേസ്ബുക്കിൽ കയറണമെങ്കിൽ, ഈവൻ നമ്മളുടെ എന്തിൽ കയറണമെങ്കിൽ, മൊബൈൽ SBIയുടെ മൊബൈൽ ആപ്പിൽ കയറണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ അടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യാൻ? സ്വിഗ്ഗി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, നേരെ OTP കൊടുക്കുന്നു. OTP നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? OTP നിങ്ങളുടെ മെസ്സേജിൽ വരുന്ന OTP ഓട്ടോമാറ്റിക്കലി സ്വിഗ്ഗിയുടെ ആപ്പിൽ എൻ്റർ ആകും. അതെങ്ങനെയാ ഓട്ടോമാറ്റിക്കലി സ്വിഗ്ഗിയുടെ ആപ്പിൽ എൻ്റർ ആകുന്നത്? അതായത് നിങ്ങളുടെ മെസ്സേജുകൾ വായിക്കാനായിട്ട് ഉള്ള പെർമിഷൻ നിങ്ങൾ സ്വിഗ്ഗിയുടെ ആപ്പിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നമ്മളുടെ എല്ലാ കൺസെന്റുകളും ആർക്ക് കൊടുത്തിരിക്കുകയാണ്? നമ്മൾ ടെക്നോളജിക്ക് കൊടുത്തിരിക്കുകയാണ്. സോ നമ്മളുടെ ഗവർണൻസ് ഈസ് ഒരു ഇൻവിസിബിൾ സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ നമ്മളുടെ റൈറ്റ് ടു പ്രൈവസി, ഇക്വിറ്റി, ലിബർട്ടി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇസത്തിനനുസരിച്ച് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് അനുസൃതമായിട്ട് വേണം പോകാൻ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ, എനിക്ക് ഈ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് കോട്ടുകൾ, നമ്മളുടെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റുന്ന 1-2 കോട്ടുകളൊക്കെ എനിക്ക് കിട്ടി. മോഡേൺ ഗവർണൻസ് ഈസ് ബിക്കം ആൻ ഇൻവിസിബിൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോട്ട്. ദെൻ സെൽഫ് സെൻസർഷിപ്പ് ഈസ് എ ന്യൂ നോർമൽ. അതായത് നമ്മളെ ആരെങ്കിലും വിജിലൻസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ പ്രവർത്തികൾ കട്ട് ഡൗൺ ചെയ്യും, ഇല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സുകളിൽ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന 10ാം ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ +2-ലെയോ ഡിഗ്രിയുടെ ക്ലാസ്സുകളിലൊക്കെ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ എങ്ങനെ പെരുമാറുമായിരുന്നു? പലപ്പോഴും നിങ്ങളുടെ ഈ
പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ക്ലാസ്സുകളിൽ ക്യാമറ ആയിരിക്കും, അനങ്ങിയാൽ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വിളിപ്പിക്കും എന്നുള്ള കഥകളൊക്കെ ഞാൻ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെൽഫ് സെൻസേർഡ് ആകും. നമ്മളുടെ പ്രവർത്തികൾ നമ്മൾ കുറച്ചും കൂടി എന്താകും? നമ്മൾ ഒരു നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരും. അൺനെസറി മൂവ്മെന്റ്സ് ഒഴിവാക്കും, അൺനെസറി സംസാരങ്ങൾ ഒഴിവാക്കും. വാട്ട് ഇഫ് യുവർ ഫോൺ ഈസ് സെൻസേർഡ്, ഫോൺ ഈസ് വിജിലൻസ്? നിങ്ങളുടെ ഫോൺ ഒരു CCTV വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആപ്പ് വെച്ചുകൊണ്ട് വിജിലൻസ് ചെയ്യുക അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രവൃത്തി? നിങ്ങൾ സർക്കാരിനെ വിമർശിക്കുവോ? ഇല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് മുതിരോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് സെൻസർഷിപ്പ് ചെയ്യും. അടിച്ചേൽപ്പിക്കുന്ന സെൻസർഷിപ്പ് അല്ല. നാളെ മുതൽ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സെൻസർഷിപ്പ് അല്ല. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഇതിനെയെല്ലാം ലിമിറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഒരു എന്തിലേക്ക് വരും? സെൽഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് വരും. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. റിയലി സോറി. ഈ SIR-ന്റെ പ്രോസസ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടേ റിപ്പീറ്റഡ് കോൾസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റിയലി സോറി. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സെൽഫ് സെൻസർഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഈ സെൽഫ് സെൻസർഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒരു ഗവൺമെന്റ് സെൻസർ ചെയ്യാണ്ട് നമ്മൾ നമ്മളെ സ്വയം നിയന്ത്രിക്കും. നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെയും എക്സ്പ്രഷനെയും എല്ലാം നിയന്ത്രിക്കും. ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാധാരണക്കാരന്റെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് ബില്ലൊക്കെ അവതരിപ്പിച്ചു. 2023 പാസ്സാക്കി. കഴിഞ്ഞ ദിവസം അത് ഇംപ്ലിമെന്റ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ അത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തു. പക്ഷേ ഇതില് ഗവൺമെന്റിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ടോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിപ്രൈവ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ. പക്ഷേ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഗവൺമെന്റിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടോ? MNCസിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഒരു ഡാറ്റ പ്രോസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ തന്നെ അത് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ കൺസെന്റ് ഇല്ലാണ്ട് ഒരു പ്രവർത്തിക്ക് നിൽക്കരുത് എന്ന് നമ്മളുടെ ഗവൺമെന്റ് MNCസിനെ അല്ലെങ്കിൽ ഹ്യൂജ് കമ്പനീസിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ പ്രക്രിയയിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ? ഇന്നലെ നിങ്ങൾ മലയാളത്തിൽ വാർത്ത കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ കൈരളി ശ്രീ എന്ന് പറയുന്ന തിയേറ്ററിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? തിരുവനന്തപുരത്തെ കൈരളി ശ്രീ എന്ന് പറയുന്ന തിയേറ്ററിലെ CCTV വിഷ്വൽസ് പോൺ സൈറ്റിൽ ലഭ്യമായിരിക്കുകയാണ്. അതിന്റെ ഒരു ഡാറ്റ ബ്രീച്ച്. അപ്പൊ പലരും പറയും ഇവര് ഈ കൈരളി ശ്രീയിൽ വന്നിരുന്നു കൊണ്ട് സിനിമ കാണേണ്ട സമയത്ത് വേണ്ടാത്ത പരിപാടികൾ ചെയ്തിട്ടല്ലേ ഈ പോൺ സൈറ്റുകളിലെല്ലാം ഈ വിഷ്വൽസ് വരുന്നത്. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അത് അവരുടെ പേഴ്സ്പെക്റ്റീവ് ആണ്, അതല്ല അവരുടെ ആക്ടിവിറ്റീസ് ആണ്. പക്ഷേ ഇത് ഡാറ്റ ബ്രീച്ച് ചെയ്തുകൊണ്ട് എവിടെ പോയി? അതായത് ഗവൺമെന്റിന്റെ പക്കൽ സ്റ്റോർ ചെയ്യുന്ന വിവരങ്ങൾ ആരാ എടുത്തു കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്ത സൈറ്റുകളിലേക്ക് കൊടുക്കുന്നേ? അത് നമ്മളുടെ ആധാർ കാർഡ് ഇൻഫോർമേഷൻസ് ആയിരുന്നെങ്കിലോ? സോ ഗവൺമെന്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റാസ് റൈറ്റ് ടു പ്രൈവസിയെ ലിമിറ്റ് ചെയ്തുകൊണ്ട്, ഓക്കെ, റൈറ്റ് ടു പ്രൈവസിയെ ലിമിറ്റ് ചെയ്തുകൊണ്ട് എവിടെയൊക്കെ പോകുന്നുണ്ട്? നമ്മളുടെ ആധാർ കാർഡിന്റെ ഇൻഫോർമേഷൻസ്, നിങ്ങൾ കുറച്ച് നാൾ മുൻപ് ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും. ആധാർ കാർഡിന്റെ ഇൻഫോർമേഷൻസ് ഡാർക്ക് വെബില് വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പൈസ കൊടുത്ത് ആർക്കും വാങ്ങാം എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ഇൻഫോർമേഷൻസുകൾ വിൽക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. പെർട്ടിക്കുലർലി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ അവരുടെ സ്റ്റുഡൻസിന്റെ ഇൻഫോർമേഷനുകൾ വിൽക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ട് വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് കോള് വരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ മെസ്സേജുകളും മെയിലുകളൊക്കെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോ നമ്മൾ ഏതെങ്കിലും ഒരു ഡാറ്റ കൊടുക്കുമ്പോൾ എവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. സോ ഡാറ്റ പ്രൊട്ടക്ഷനിൽ ഗവൺമെന്റിനെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ കുറവാണ് എന്നൊരു ക്രിറ്റിസിസം കൂടിയിട്ട് ഈ ഒരു ഡിസ്കഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കോട്ട് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഡിസ്കഷൻ എൻഡ് ചെയ്യാണ്. ഡിജിറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഈസ് എ ഡിഫൻസ് ഓഫ് ഡെമോക്രസി ഇൻ ദ അൽഗോരിതമിക് ഇറ. സോ ഒരു അൽഗോരിതമിക് ഇറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ATS ഫ്രണ്ട്ലി CVs എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നിങ്ങളൊരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ATS ഫ്രണ്ട്ലി CVs അയക്കാനായിട്ട് അവർ പറയും. അതായത് നിങ്ങളുടെ CVs അല്ലെങ്കിൽ റെസ്യൂംസ് ആദ്യം സോർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം HR മാനേജർ ഇരുന്നിട്ട് വായിച്ചു നോക്കില്ല. പകരം എന്ത് ചെയ്യും? പകരം ആദ്യത്തെ വെരിഫിക്കേഷൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കും ചെയ്യുന്നത്. സോ ATS ഫ്രണ്ട്ലി CV അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ അൽഗോരിതം ഇതിനെ റിജക്ട് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ IIT-യിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് നിങ്ങൾ ഒരു ATS ഫ്രണ്ട്ലി CV ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ ലിമിറ്റ് ചെയ്യപ്പെടുകയാണ്, നിങ്ങൾ അവിടെ തഴയപ്പെടുകയാണ്. അത് നിങ്ങളുടെ ആർട്ടിക്കിൾ 14-നെ ലംഘിക്കുന്നില്ലേ? ആർട്ടിക്കിൾ 14-നെ ലംഘിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് നമ്മളുടെ ഓരോ പ്രവൃത്തിയും, നമ്മളുടെ ഇൻ ദ സെൻസ് യൂസറിന്റെ അല്ല, ഗവൺമെന്റിന്റെയും കമ്പനീസിന്റെയും ഓരോ പ്രവൃത്തിയും എന്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം? ഡിജിറ്റൽ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൽ അണ്ടർലൈൻ ചെയ്തുകൊണ്ടായിരിക്കണം പോകേണ്ടത്. സോ ഡെമോക്രസിയെ നിലനിർത്തുന്നത് ഈ അൽഗോരിതമിക് ട്രയൽ എന്താണ്? ഡിജിറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം തന്നെയാണെന്നാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ഈ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിന്റെ എന്താണ് എന്താണ് ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഗവൺമെന്റിനെ ആര് ലിമിറ്റ് ചെയ്യുന്നു? ഡിജിറ്റൽ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരു ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു വേൾഡിലേക്ക്, ഫ്യൂഡലിസം നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു വേൾഡിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പല എക്കണോമിസ്റ്റുകളും പറയുന്നത്. ഇപ്പൊ യാനിസ് വറോഫാക്കിസിന്റെ ഒരു ബുക്ക് തന്നെയുണ്ട്, ടെക്നോ ഫ്യൂഡലിസം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ അത് ആ ഒരു സന്ദർഭത്തിൽ പറഞ്ഞെന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു എന്താണ്? COP30യുമായി ബന്ധപ്പെട്ടിട്ട്, കോൺഫറൻസ് ഓഫ് പാർട്ടി 30യുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഒരു എന്താണ് നമ്മളുടെ ഒരു ക്ലൈമറ്റ് എക്സാമ്പിൾ ആണ്. അതായത് നമ്മളുടെ ക്ലൈമറ്റ് റാങ്കിങ്ങിൽ, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് റാങ്കിങ്ങിൽ എന്ത് ചെയ്തു? 13-ാം സ്ഥാനത്ത് നിന്ന് 23-ാം സ്ഥാനത്തേക്ക് പോയി. അപ്പൊ നമ്മൾ പലപ്പോഴും വീമ്പിളക്കാറുണ്ട്, നമുക്ക് പെർട്ടിക്കുലർലി മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റിന് വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി ഉണ്ട്, ഒരു മിനിസ്റ്റർ ഉണ്ട്. നമ്മൾ ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് വെക്കാറുണ്ട്. എന്നിട്ടും നമ്മൾ 13-ൽ നിന്ന് 23-ാം സ്ഥാനത്തിലേക്ക് പോയി. വൈ? ഇറ്റ് ഈസ് സോളിലി ബിക്കോസ് കോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൽക്കരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളുടെ മേജർ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ ഇതിന് മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ കപ്പാസിറ്റിയിൽ എന്താണ് 50% നമ്മൾ എന്താണ് ഫോസിൽ ഫ്യൂവലിൽ നിന്നും 50% നമ്മൾ എന്തിൽ നിന്നുമാണ്? ഏകദേശം അത് ഒരു 46% ഒക്കെ ആകാം. സോ ഒരു 46 to 50% ഇതിൽ നിന്ന് നോൺ ഫോസിൽ ഫ്യൂവലിൽ നിന്നും, ദെൻ ഒരു 51% നോൺ ഫോസിൽ ഫ്യൂവലിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ നോൺ ഫോസിൽ ഫ്യൂവലുകളെ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജീസിനെ നമ്മൾ വീണ്ടും ബൈഫർക്കേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് റിന്യൂവബിൾ എനർജീസിൽ ഏറ്റവും കൂടുതൽ എന്താണ് പേഴ്സൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നത് സോളാർ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റീസ് ആണ്. ഇന്ത്യക്ക് ഒരുപാട് സോളാർ പ്രൊജക്ടുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. സോ സോളാർ എനർജിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റിന്യൂവബിൾ എനർജീസിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നോൺ റിന്യൂവബിൾ സോഴ്സിലെ മേജർ ചങ്കും ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? കൽക്കരി തന്നെയാണ്. ഓക്കെ, മേജർ നോൺ റിന്യൂവബിൾ സെക്ടറിലെ മേജർ ചങ്കും ഹോൾഡ് ചെയ്യുന്നത് കൽക്കരി തന്നെയാണ്. ഇത് നീതി ആയോഗിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഡാറ്റയാണ്. നീതി ആയോഗിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഡാറ്റയാണ്. ഇതില് 2019 മുതൽ ഈ ബ്ലാക്ക് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നതാണ് കോള്, ഈ യെല്ലോ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ സോളാർ പവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ 2019 മുതൽ 2025 വരെ കോളിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് കോളിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മളുടെ
നോൺ ഫോസിൽ ഫ്യൂവൽ എനർജീസിലെ പ്രധാന ഷെയർസ്, അതായത് കോള് ഒരുപാട് എൻവിറോൺമെന്റൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിളുകൾ മുകളിലേക്ക് വിടുന്നു, കോള് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ ഡിഫറെന്റ് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2019 മുതൽ 2025 വരെ കോളിനെ ഫേസ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഫലപ്രദമായിട്ടില്ല എന്നുള്ളതാണ് ഈ ഡാറ്റയിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നീതി ആയോഗിന്റെ ഡാറ്റയാണ്. 2019 മുതൽ 2025 വരെ ഓൾമോസ്റ്റ് സെയിം ഹൈറ്റിൽ തന്നെയാണ് നമ്മളുടെ കോളിന്റെ പവർ കപ്പാസിറ്റി നിന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ സോളാറിന്റെ ആണെങ്കിൽ ഓരോ വർഷവും കൂടി 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 വരികയാണ്. ഓക്കെ, സോളാറിന്റെ ഓരോ വർഷവും കൂടി 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 വരികയാണ്. സോ സോളാർ കൂടുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ കോള് കുറയുന്നില്ല. അതാണ് ഒരു മേജർ പ്രോബ്ലം. ദെൻ അടുത്ത മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കോളിനെ ബേസ് ചെയ്തുകൊണ്ട് കൽക്കരി ഖനനവും കൽക്കരി റിഫൈനിങ്ങും കൽക്കരിയിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹ്യൂജ് ജോബ് മാർക്കറ്റ് ഇന്ത്യയിലുണ്ട്. ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. സോ വെന്നെ പറഞ്ഞ നാളെ തുടങ്ങി നിങ്ങൾ കോള് പ്രൊഡ്യൂസ് ചെയ്യണ്ട എന്നൊരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോള് പ്രൊഡ്യൂസ് ചെയ്യില്ല. നമ്മളുടെ ഈ എന്താണ് റമ്മി പോലെയുള്ള ഓൺലൈൻ ഗെയിമിങ്ങുകൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഒറ്റയടിക്ക് നിരോധിച്ചില്ലേ? അപ്പൊ അന്ന് നമ്മൾ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഇത് ഒരു 2 ലക്ഷം കോടിയുടെ വ്യവസായമാണ്. സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതൊരു 2 ലക്ഷം കോടിയുടെ വ്യവസായമാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ എവിടെ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സെയിം സിറ്റുവേഷൻ, കോളിനെ ഫേസ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ് റീജിയനുകളിലുള്ള ജോബ്ലെസ്നെസ് കൂടാനായിട്ട് സാധ്യമാകും. ദെൻ എനർജി കോസ്റ്റ് കൂടും. ഓക്കെ, എനർജി കോസ്റ്റ് കൂടും. മിക്ക സംസ്ഥാനങ്ങളും, ഇന്ത്യയിലെ വെള്ളം സ്വന്തമായിട്ടില്ലാത്ത മിക്ക സംസ്ഥാനങ്ങളും അവരുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മേജർലി യൂസ് ചെയ്യുന്നത് എന്താണ്, സോളാർ, നമ്മളുടെ കോൾ തന്നെയാണ്, കൽക്കരി തന്നെയാണ്. ഓക്കെ, സോ അതിനെ പെട്ടെന്ന് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലിയുടെ ലെസൺ ആണ്. ഓക്കെ, സോ ചിലി, നമ്മൾ എവിടെയാ കേട്ടിട്ടുള്ള ചിലി, ലിഥിയം റിസർവുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം നില പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലി. സോ ചിലിയിൽ എന്താണ്, ചിലിയിൽ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിന്റെ കൺസപ്ഷൻ അല്ലെങ്കിൽ കോളിന്റെ ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫേസ് ഔട്ട് ചെയ്തു അവര്. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് അവര് ഈ സോളാർ കപ്പാസിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ഓൺ ചെയ്യാനായിട്ട് തുടങ്ങി. സോ അവര് ഒരു 17% ഒരു കോൾ കൺസപ്ഷൻ അല്ലെങ്കിൽ കപ്പാസിറ്റിയുടെ 17% നമ്മളുടെ കോൾ കൺസപ്ഷനെ കുറച്ചു. ഇന്ത്യയിൽ അത് കമ്പയർ ചെയ്യുമ്പോൾ അറൌണ്ട് 46% നിൽക്കുന്നത്. ഓക്കെ, സോ 2017 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവരൊരു 17% ആയിട്ട് ചിലിക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഇന്ത്യയിൽ 2019 to 2025 ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ അത് കുറഞ്ഞിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ കോളിനെ നമുക്ക് ഫുള്ളി എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് കാറുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ എല്ലാം പൊല്യൂഷൻ മാറിയിട്ട് ഇവിടെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ലോകമാകും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഞാനിത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ബുക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്, ഹൗ ദ വേൾഡ് റിയലി വർക്ക്സ് ബൈ വാക്കലവ് സ്മിൽ. ഇതിൽ എങ്ങനെയാണ് ഒരു എക്കണോമിക്കൽ പെർസ്പെക്റ്റീവിലും എൻവിറോൺമെന്റൽ പെർസ്പെക്റ്റീവിലും വേൾഡ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇലക്ട്രിക് കാറുകൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇലക്ട്രിക് കാറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിന്റെ ഫോസിൽ ഫ്യൂവൽ കൺസപ്ഷൻസ് കുറയില്ല. ഫോസിൽ ഫ്യൂവൽസ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് സ്റ്റീൽ കമ്പനീസ്, ദെൻ സിമെന്റ് കമ്പനീസ്. ഈ 2 കമ്പനീസും ഇന്ത്യയുടെ നെടും തൂണുകളാണ്, അല്ലെ, ലോകത്തിന്റെ നെടും തൂണുകളാണ്. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹ്യൂജ് ഇലക്ട്രിസിറ്റി കപ്പാസിറ്റീസ് വേണം. അത് കൊടുക്കാനായിട്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അത് സപ്ലൈ ചെയ്യാനായിട്ടും കോൾ ബേസ്ഡ് എന്നല്ല, പെർട്ടിക്കുലർലി ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് എനർജിക്ക് മാത്രമേ ഇപ്പോ കറന്റ്ലി സാധിക്കുകയുള്ളൂ. സോ
അതിനെ നമ്മൾ ഫേസ് ഔട്ട് ചെയ്ത് വരാതെ നമ്മളുടെ എന്ത് പറ്റില്ല, നമ്മളുടെ ഒരു ഹ്യൂജ് എൻവിറോൺമെന്റൽ കമ്മിറ്റ്മെന്റ് നടക്കില്ല. ഓക്കെ, അത് മാത്രമല്ല അമോണിയയുടെ പ്രൊഡക്ഷൻ, കേപ്പർ ബോഷ് പ്രോസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമോണിയയുടെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എനർജി വേണമല്ലോ. ഈ എനർജി സപ്ലൈ ചെയ്യുന്നത് ആരാണ്? സോളാർ എനർജി ആണോ? അല്ല, അതെല്ലാം ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ഈ അവസരങ്ങളിലെല്ലാം എന്ത് വേണം? ഫോസിൽ ഫ്യൂവലിന്റെ ലഭ്യത നമുക്ക് എന്തായാലും വേണം. പക്ഷേ അതിനെ ഫേസ് ഔട്ട് ചെയ്യണം. സോ ഹൗ ദ വേൾഡ് റിയലി വർക്ക്സ് യൂസിങ് ഫോസിൽ ഫ്യൂവൽസ്. ഓക്കെ, അതിനെ ഫേസ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇന്നത്തെ ആർട്ടിക്കിൾ മാത്രമല്ല, മിക്ക ആർട്ടിക്കിളുകളിലും പറയുന്നത് ഈ ഫേസ് ഔട്ടിന്റെ കാര്യമാണ്. അല്ലാണ്ട് 100% എലിമിനേഷൻ അല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഒരു കുഞ്ഞൻ ആർട്ടിക്കിൾ ആണ്. അത്ര വലിയ കണ്ടന്റുകളൊന്നുമില്ല. എന്താണ്? നമ്മളുടെ ആസിഡ് അറ്റാക്ക് വിക്ടിംസിന് നീതി ലഭിക്കുന്നുണ്ടോ? 2009 ആസിഡ് അറ്റാക്ക് വിക്ടിമിന് ഇപ്പോഴും ഇന്ത്യയിൽ നീതി ലഭിച്ചിട്ടില്ല എന്ന ലജ്ജിക്കുന്ന ആർട്ടിക്കിളാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ക്രിറ്റിസിസം ആയിട്ട്, ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പോളിസി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് വേറെ വല്ല പണിക്കും പൊക്കൂടെ എന്നാണ് നമ്മളുടെ ഹിന്ദു ചോദിക്കാതെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകും. അതായത് ഹിന്ദു മാത്രമല്ല, നമ്മളുടെ സുപ്രീം കോടതി ജഡ്ജും ചീഫ് ജസ്റ്റിസും ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളതാണ്. സോ ഈ പെൻഡൻസി ഓഫ് കേസസ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2009 ആസിഡ് അറ്റാക്ക് ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിക്ക് 2013 വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. 2013 കേസ് എടുക്കുന്നു. 2013 ശേഷം എന്താണ്? ഇപ്പോഴും വിധി പറഞ്ഞിട്ടില്ല. സോ പെൺകുട്ടി സുപ്രീം കോടതിയിലേക്ക് പോയി. കോടതി, ഞാൻ 2009 ആസിഡ് അറ്റാക്കിന് വിധേയമായ ഒരു പെൺകുട്ടിയാണ്, 26 വയസ്സുള്ള MBA പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു, എനിക്കിപ്പോഴും നീതി കിട്ടിയിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞു, എടുത്തു വല്ല സിസ്റ്റത്തെ നിശിതമായി വിമർശിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. സോ പെൻഡൻസി ഓഫ് കേസസുകളുടെ കാര്യത്തിൽ റിയൽ എക്സാമ്പിളുകൾ എഴുതുമ്പോൾ ഇതെല്ലാം കോട്ട് ചെയ്യണം. 2009 പെൺകുട്ടിക്ക് വിധി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതെല്ലാം കൃത്യമായി എടുത്ത് കോട്ട് ചെയ്യണം. ആളുകൾക്ക് മനസ്സിലാവണം നമ്മൾ എഴുതിയിരിക്കുന്നത് റിയൽ ലൈഫ് എക്സാമ്പിളുകൾ വെച്ചിട്ടാണ്, റിയൽ ലൈഫ് കാര്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മളുടെ UPSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണം. ഹൗ ദ സിസ്റ്റം വർക്ക്സ്, നിങ്ങൾ സാധാരണക്കാരാണെങ്കിൽ എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കാണും. ഞാൻ അതിന്റെ എൻ്റെ ഒരു പൊളിറ്റിക്കലി സിസ്റ്റത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സോ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചാർജ് ആവും, അല്ലെങ്കിൽ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. സോ അത് ഞാൻ ലിമിറ്റ് ചെയ്യുകയാണ്. ലാസ്റ്റ് ഡിസ്കഷൻ ഇസ് റിലേറ്റഡ് ടു കോട്ടൺ സോ എന്താണ് കോട്ടൺ മേഖലകളിൽ, അതായത് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന മേഖലകളിൽ ഒരു ഹ്യൂജ് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. എന്താണ്? മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രസിപ്പിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഹാർവെസ്റ്റിംഗ് സീസണിൽ വലിയൊരു മഴ ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നൊരു എന്താണ് ഒരു റിയൽ ലൈഫ് ആർട്ടിക്കിൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബയോഗ്രഫി പോലെ ഒരു ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ. ഈ അവസരത്തിൽ UPSC പെർസ്പെക്റ്റീവില് കോട്ടണെ നമ്മളൊന്ന് കാണണം. എന്താണ് കോട്ടൺ? കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഒരു ഖാരിഫ് ക്രോപ്പ് ആണ്. എന്താണ്? ജനറലി ഒരു ഖാരിഫ് ക്രോപ്പ് ആണ്. സോ ചോദിക്കാം, കോട്ടൺ ഈസ് എ റാബി ക്രോപ്പ് ആണോ? കോട്ടൺ ഈസ് സോൺ ഓൺലി ഇൻ ഖാരിഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? അല്ല. കോട്ടൺ വേണമെങ്കിൽ റാബി സീസണിൽ പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ത്യയിലെ ജനറലി അതൊരു ഖാരിഫ് ക്രോപ്പ് ആണ്, ഖാരിഫ് വിളയാണ്. ഓക്കെ, സോ കോട്ടൺ ഖാരിഫ് ക്രോപ്പ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് കോട്ടൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ MSP. മിനിമം സപ്പോർട്ട് പ്രൈസിൽ കോട്ടൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? സംശയം ഒന്നും വേണ്ട, മിനിമം സപ്പോർട്ട് പ്രൈസിൽ കോട്ടൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോട്ടണും എന്ത് കിട്ടും? മിനിമം സപ്പോർട്ട് പ്രൈസ് MSP കിട്ടും. ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾ കോട്ടന്റെ കാര്യത്തിൽ ഓർത്തിരിക്കുക. സോ കോട്ടൺ എന്ന് പറയുന്നത് എന്താണ്? ജനറലി എ ഖാരിഫ് ക്രോപ്പ് ആണ്. ഓക്കെ, ഓൺലി ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ തന്നെ തെറ്റിട്ടോ, റാബി സീസണിൽ വിളയിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിന്റെ എന്ത് കിട്ടും? ഫലഭൂയിഷ്ടി കുറയും. തന്നെ കോട്ടൺ
കൾട്ടിവേറ്റ് ചെയ്യുന്നത് മേജർലി മഹാരാഷ്ട്ര, ഗുജറാത്ത് റീജിയനുകളിലാണ്. അവിടുത്തെ പെർട്ടിക്കുലർലി എന്ത് സോയിലാണ്? ബ്ലാക്ക് സോയിൽ എന്നറിയപ്പെടുന്ന സോയിലാണ് കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും കൂടുതൽ ഉതകുന്ന മണ്ണ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് റിഗർ സോയിൽ. ഓക്കെ, സോ ഇന്നലെ ഇന്റർനാഷണൽ സോയിൽ ഡേ ആയിരുന്നു. അപ്പോ മഹാരാഷ്ട്ര റീജിയനിൽ കാണുന്ന സോയിലിന്റെ പേരെന്താണ്? ബ്ലാക്ക് സോയിൽ ഓർ റിഗർ സോയിൽ. എന്നാൽ റിഗർ സോയിലിൽ മാത്രമേ ഇത് കൾട്ടിവേറ്റ് ചെയ്യുള്ളൂ? അല്ല. ഗുജറാത്ത് മേഖലകളിൽ, നമ്മളുടെ ഹരിയാന മേഖലകളിൽ, മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങളിൽ എല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഏത് സോയിലാണ്? അലൂവിയൽ സോയിലാണ്. ഓക്കെ, സോ റിഗർ സോയിലാണ് ഏറ്റവും ബെസ്റ്റ് മണ്ണ് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ. പക്ഷെ അലൂവിയൽ സോയിലും കൾട്ടിവേറ്റ് ചെയ്യുന്ന റീജിയൻസുകൾ ഉണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ മഹാരാഷ്ട്രയാണോ ഗുജറാത്ത് ആണോ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയ മനസ്സിലാക്കി വെക്കുക. ചില വർഷങ്ങളിൽ ഗുജറാത്ത് കൾട്ടിവേറ്റ് ചെയ്യും, രാജസ്ഥാന്റെ മേഖലകളിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യും. ദെൻ ചില വർഷങ്ങളിൽ മഹാരാഷ്ട്ര ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ബെൽറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കോട്ടന്റെ കേസിൽ. സോ ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.